എല്ലാവർക്കും നമസ്കാരം. കോട്ടയം കാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ടൊയോട്ട ഫോർച്യൂണർ 4x2 ഓട്ടോമാറ്റിക് 2017 മോഡൽ വാഹനമാണ്. ഇത് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. വെറും 61,000 കിലോമീറ്റർ മാത്രമേ ഈ വാഹനം ഓടിയിട്ടുള്ളൂ. ഫാൻറ്റം ബ്രൗൺ കളറിലാണ് ഈ വാഹനം വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് നേരിട്ട് ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ പതിവ് പോലെ നമുക്ക് പെയിൻറ്റ് ചെക്ക് ചെയ്ത് പോകാം. ഇച്ചിരി സ്പീഡിൽ പോവാണ്. ഞാൻ ആദ്യമേ പെയിൻറ്റ് ഫുള്ള് ചെക്ക് ചെയ്തതാണ്. യാതൊരു റീപെയിൻറ്റും വന്നിട്ടില്ല. ഫ്രണ്ട് ബമ്പറും ബാക്ക് ബമ്പറും ചെറിയ ടച്ചിങ് വന്നിട്ടുള്ളതല്ലാതെ വേറെ ഒരിടത്തും റീപെയിൻറ്റ് വന്നിട്ടില്ല. എന്നാലും ഞാൻ സ്പീഡിൽ ചെക്ക് ചെയ്ത് പോവുകയാണ്. നല്ല ചൂടാണ്. ഇവിടെയൊക്കെ 100, 95 ആ ഒരു റേഞ്ചാണ് ഇവിടെയൊക്കെ വരുന്നത്. ബോണറ്റിലെങ്ങും യാതൊരു വിധത്തിലുള്ള റീപെയിൻറ്റും വന്നിട്ടില്ല. സെൻറ്ററിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടെയും യാതൊരു വിധത്തിലുള്ള റീപെയിൻറ്റും വന്നിട്ടില്ല. 100, 105 ആ ഒരു റേഞ്ചാണ് ഇവിടെ കാണിക്കുന്നത്. 110. ചില വണ്ടികളിൽ 100-ന് താഴെ കാണിക്കും, ചിലതിന് 100, 110 ആ ഒരു റേഞ്ച് ആയിരിക്കും കാണിക്കുക. ചില ഭാഗങ്ങളിൽ 90 ആ റേഞ്ചും വരാറുണ്ട്. ഒരുപാട് പൊട്ടി കയറിയിട്ടുള്ള വണ്ടികൾ റീപെയിൻറ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ 500+, 1000+, 2000, 2500 ഒക്കെ 2500 പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പെയിൻറ്റ് ചെയ്തിട്ടുള്ള വണ്ടികളായിരിക്കും. അപ്പോൾ ഈ ഭാഗത്തൊക്കെ 97, 85 ആ ഒരു റേഞ്ചാണ് വരുന്നത്. ഈ ഭാഗത്തൊന്നും യാതൊരു വിധത്തിലുള്ള റീപെയിൻറ്റും കയറിയിട്ടില്ല. ഈ ക്വാർട്ടർ പാനലിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടെയൊക്കെ 102 വരുന്നത്. ഈ ഭാഗത്തൊന്നും യാതൊരു വിധത്തിലുള്ള റീപെയിൻറ്റും കയറിയിട്ടില്ല. ഇനി നമുക്ക് ഡിക്കിയുടെ ഭാഗത്തേക്ക് വരാം. ഇവിടെ 100, 98, 96, 101, 110 ആ റേഞ്ചിലാണ് കിടക്കുന്നത്. ഇനി ഈ ക്വാർട്ടർ പാനലിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഭാഗത്ത് 120, ഈ ഒരു ഭാഗത്ത് അങ്ങനെയാണ് പെയിൻറ്റ് വന്നിട്ടുള്ളത്. 102. ഇത് പൊടി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ പോളിഷൊക്കെ ഒന്നും കൂടെയൊക്കെ വാക്സ് പോളിഷൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെറിയ വേരിയേഷൻ അവിടെ ഇവിടെയൊക്കെ മറ്റു വണ്ടികളുടെ ഒക്കെ എല്ലാ വണ്ടികളുടെയും കാണിക്കും. 93, 104, 96, 85, 106, 117. ഇത് ഞാൻ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തതാണ്. ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇച്ചിരി സ്പീഡിൽ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. എല്ലാ ഭാഗവും നമ്മൾ ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്തതാണ്. ഈ ഒരു ഫെൻഡറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയും യാതൊരു വിധത്തിലുള്ള റീപെയിൻറ്റും വന്നിട്ടില്ല. 108 ആ റേഞ്ചാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വണ്ടിയുടെ എല്ലാ വശങ്ങളും ഒന്ന് പരിചയപ്പെട്ട് ഡോറുകൾ, ബോണറ്റ്, ഡിക്കി എല്ലാം ഒന്ന് പരിശോധിക്കാം. തിരിച്ച് നോക്കിപ്പോകാം. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഫെൻഡറിൻ്റെ ഈ ഭാഗത്തങ്ങ് യാതൊരു വിധത്തിലുള്ള സ്ക്രാച്ചോ ഒന്നും വന്നിട്ടില്ല. കമ്പനി ഒറിജിനൽ പെയിൻ്റ് ആണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി ഈ ഡോറിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ പേസ്റ്റിംഗ് എല്ലാം കമ്പനി ഒറിജിനൽ പേസ്റ്റിംഗ് ആണ്. ഇതിലൊന്നും യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല. ഈ ഡോർ പാഡിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ സ്വിച്ചുകളൊക്കെ നല്ല കണ്ടീഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. 61,800 സംതിങ് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. ഇവിടുത്തെ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് കൃത്യമായിട്ട് കാണാവുന്നതാണ്. നല്ല ചൂടാണ്, അതുകൊണ്ടാണ് ഇച്ചിരി സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. ഈ ഡോറിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഈ ഭാഗത്തെയും കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഡോർ പാഡുകളിലൊന്നും യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും വന്നിട്ടില്ല. നമ്മൾ പിന്നെ ഇവിടെ ഡൽഹിയിൽ നിന്ന് വണ്ടി എടുക്കുമ്പോഴത്തേന് നമ്മൾ നോർമലി ഒരു ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും പോളിഷിങ് ചെയ്യണം. ഇവിടുത്തെ പഞ്ചിങ്ങിനൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജും വന്നിട്ടില്ല. ഈ ഒരു ഭാഗത്തും യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല. ഈ ക്വാർട്ടർ പാനലിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നിന്ന് യാതൊരു വിധത്തിലുള്ള സ്ക്രാച്ചോ ഒന്നും തന്നെ വന്നിട്ടില്ല. ടെയിൽ ലൈറ്റിലേക്ക് വരുമ്പോൾ ടെയിൽ ലൈറ്റിലും സ്ക്രാച്ചോ ക്രാക്കോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ട് തുറന്നൊന്ന് പരിശോധിക്കാം. ഇതിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോൾ ഇവിടെ കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ്. യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല. ഇനി ഇതിൻ്റെ മേൽവശത്തേക്ക് ഈ സൈഡിലേക്കൊക്കെ വരുമ്പോൾ ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് കൃത്യമായിട്ട് കാണാം. താഴെ ഭാഗങ്ങളിലൊന്നും യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല. ഇവിടുത്തെയും പഞ്ചിങ്ങുകളെല്ലാം ഒറിജിനലാണ്. താഴെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇതിനകത്ത് ഒരു ഡോഗിനെ കൊണ്ടുപോയതാണ്. അതിൻ്റെ രോമമൊക്കെ ഇതിനകത്ത് കിടപ്പുണ്ട്. ഇത് ഇവിടുത്തെ പഞ്ചിങ്ങും എല്ലാം കൃത്യമായിട്ട് തന്നെ നമുക്ക് കാണാവുന്നതാണ്.
ഇനി നമ്മൾ ഡിക്കിയുടെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഡിക്കിയിൽ വേറെ സ്ക്രാച്ച് ഒന്നുമില്ല. ഇവിടെ ഒരു ചെറിയ ഡെൻ്റ് ഉണ്ട്, അത് നമുക്ക് അറിയത്തില്ല, നല്ല ചെറിയൊരു ഡെൻ്റ് ഉണ്ട്. ഈ ടൈൽ ലൈറ്റിലും ക്രാക്കോ സ്ക്രാച്ചോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഈ ക്വാർട്ടർ പാനലിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയൊന്നും യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല. റീപെയിൻറ്റോ സ്ക്രാച്ചോ ക്രാക്കോ ഒന്നും തന്നെ ഇല്ല. ഇനി നമുക്ക് ഈ ഡോർ ഒന്ന് പരിശോധിക്കാം. ഈ ഡോറിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ പേസ്റ്റിംഗ് എല്ലാം കമ്പനി ഒറിജിനൽ പേസ്റ്റിംഗ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഈ ഭാഗത്തൊന്നും യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല. ഈ ഡോർ പാടുകളെല്ലാം നല്ല ക്ലീൻ കണ്ടീഷനിലാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് പില്ലറിൻ്റെ ഭാഗത്തേക്ക് പോകാം. ഈ ഭാഗത്തെയും പഞ്ചിങ് മാർക്കുകളെല്ലാം കമ്പനി ഒറിജിനൽ പഞ്ചിങ് ആണ്. താഴെ വശത്തേക്ക് വരുമ്പോൾ ഈ ഭാഗത്തെയും പഞ്ചിങ് മാർക്കുകളെല്ലാം കമ്പനി ഒറിജിനൽ പഞ്ചിങ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഒരു കാര്യം പറയാനായിട്ട് ഞാൻ വിട്ടുപോയി. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ മെയിൻ ഗ്ലാസ് ഫ്രണ്ട് വിൻഷീൽഡ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് കമ്പനിയിൽ നിന്ന് തന്നെ മാറിയിരിക്കുന്ന ടൊയോട്ടയുടെ ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ് കിടക്കുന്നത്. ഇത് 2017 വണ്ടിയാണ്. 2019 ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഡോറിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും പേസ്റ്റിംഗ് എല്ലാം കമ്പനി ഒറിജിനൽ പേസ്റ്റിംഗ് തന്നെയാണ് കിടക്കുന്നത്. ഡോർ പാടുകളിലൊന്നും യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല. ഇനി നമ്മൾ ഈ പില്ലറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പഞ്ചിങ് നമുക്ക് കൃത്യമായിട്ട് കാണാം. ഈ താഴെ ഭാഗത്തെയും പഞ്ചിങ്ങുകളെല്ലാം കൃത്യമായിട്ട് തന്നെ നമുക്ക് കാണാവുന്നതാണ്. ഈ ഒരു ക്വാർട്ടർ പാനലിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയും ഒരു കല്ലടിച്ചിട്ട് ഒരു ചെറിയ ഡോട്ട് പോലെ ഒരു ഡെൻ്റ് ഉണ്ട്. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ബോണറ്റിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ബോണറ്റിൽ റീപെയിൻ്റ് ഒന്നുമില്ല. ചെറിയ 1-2 സ്ക്രാച്ചുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബോണറ്റ് തുറന്ന് ബോണറ്റിൻ്റെ അകവശവും എൻജിൻ റൂമും ഒന്ന് പരിചയപ്പെടാം. ബോണറ്റിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ കമ്പനി പേസ്റ്റിംഗ് എല്ലാം കൃത്യമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. യാതൊരു വിധത്തിലുള്ള വർക്കുകൾ ഈ വാഹനത്തിൽ ചെയ്തിട്ടില്ല. ഭാഗങ്ങളെല്ലാം നീറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇതിപ്പോൾ എൻജിൻ റൂമൊക്കെ നമ്മളൊന്ന് വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ കാണാവുന്നതാണ്. ഇനി നമുക്കിത് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. വളരെ സൈലൻ്റ് ആയിട്ടുള്ള എഞ്ചിനാണ്. എല്ലാ വീഡിയോയിലും ചോദിക്കും ഇതെന്താണ് വളരെ സൈലൻ്റ് എന്ന് പറയുന്നത്. ക്ലീൻ വണ്ടിയാണ്. 61,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതിൻ്റേതായ എല്ലാ ഗുണങ്ങളും ഈ വാഹനത്തിലുണ്ട്. ഓടിക്കുമ്പോഴാണെങ്കിലും വളരെ സ്മൂത്താണ്. ഗിയർ ഷിഫ്റ്റിലൊന്നും ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടി നല്ല പറന്ന് നിൽക്കും കാല് കൊടുത്തു കഴിഞ്ഞാൽ. അത്രയും നല്ല കണ്ടീഷനിലാണുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറും ടയറും ഒക്കെ ഒന്ന് പരിചയപ്പെടാം. 61,931 കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. ആദ്യം ഞാൻ പറഞ്ഞതിനകത്തുനിന്ന് ഒരു 100 കിലോമീറ്ററിൻ്റെ വ്യത്യാസം വന്നിട്ടുണ്ട്, ക്ഷമിക്കുക. ഡോർ പാടുകൾ എല്ലാം വൃത്തിക്കാണ് ഇരിക്കുന്നത്. സെൻട്രൽ കൺസോളിലേക്ക് വരുമ്പോൾ യാതൊരു വിധത്തിലുള്ള ഡാമേജും വന്നിട്ടില്ല. 4x2 ഓട്ടോമാറ്റിക് വാഹനമാണിത്. ഇതിൻ്റെ സ്റ്റിയറിങ്ങിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജും വന്നിട്ടില്ല. നോർമലി ഇവിടെ ഒക്കെ ചെറിയ ചെറിയ ക്രാക്കുകൾ വരാറുണ്ട്. ഈ വാഹനത്തിൽ അതൊന്നുമില്ല. സീറ്റുകളും നല്ല വൃത്തിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. യാതൊരു വിധത്തിലുള്ള ഡാമേജും സീറ്റുകളിലൊന്നും തന്നെ വന്നിട്ടില്ല. സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം വർക്കിംഗ് ആണ്. അപ്പോൾ ഇനി നമുക്ക് പുറകെ നിര സീറ്റുകൾ കൂടെ ഒന്ന് കാണാം. പുറകിലത്തെ നിര സീറ്റുകളിലേക്ക് വരുമ്പോഴത്തേന് ഇതിനും യാതൊരുവിധ വർക്കുകളും ഒന്നും ചെയ്തിട്ട് ഡാമേജോ ഒന്നും തന്നെ വന്നിട്ടില്ല. എല്ലാം നല്ല ഒറിജിനൽ കണ്ടീഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇൻറ്റീരിയറൊക്കെ നമ്മളൊന്ന് പോളിഷ് ചെയ്തെടുക്കണം, അത്രേ ഉള്ളൂ. ഒരു ഡ്രൈ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ഓക്കെയാണ്. ടോപ്പിലേക്ക് വരുമ്പോഴത്തേന് ടോപ്പൊക്കെ നല്ല വൃത്തിക്കാണ് ഇരിക്കുന്നത്. എന്നാലും നമ്മളൊന്ന് ഡ്രൈ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കുന്നത് നല്ലതായിരിക്കും. ഫ്രണ്ടിലത്തെ 2 ടയറുകൾ ഏകദേശം 80% 2 ടയറുകളാണ് ഫ്രണ്ടിലുള്ളത്. ബാക്കിലത്തേത് ഏകദേശം ഒരു 60-70% ഉള്ളൂ. സ്റ്റെപ്പിനി വരുന്നത് അൺയൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പിനിയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. 2017 മാനുഫാക്ചറിങ്, 17 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പിൽ വെറും 61,900 കിലോമീറ്റർ മാത്രം ഓടിയിരിക്കുന്ന ടൊയോട്ട ഫോർച്യൂണർ 4x2 ഓട്ടോമാറ്റിക് വാഹനമാണിത്. ഫാൻറ്റം ബ്രൗൺ കളറിലാണ് ഈ വാഹനം വരുന്നത്. പെട്ടെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇതൊരു ബ്ലാക്ക് വണ്ടിയാണെന്നേ തോന്നത്തുള്ളൂ. ഇതിൻ്റെ ഫ്രണ്ട് വിൻഷീൽഡ് ചേഞ്ചാണ്, അതും കമ്പനിയിൽ നിന്ന് തന്നെയാണ് മാറിയിട്ടുള്ളത്. അപ്പോൾ ഈ വാഹനത്തിന് ഇവർ ആസ്ക് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് 22,35,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റാണ്, ഫിക്സ് റേറ്റ് അല്ല.
അതുപോലെ നമ്മൾ ചെയ്യുന്ന എല്ലാ വാഹനങ്ങളും ഡൽഹിയിലാണ് ഉള്ളത്. ഞാനും ഡൽഹിയിലാണ് ഉള്ളത്. അപ്പോൾ ഒരുപാട് പേര് എപ്പോഴും വിളിക്കുമ്പോൾ ചോദിക്കാറുണ്ട് ഈ വണ്ടി നാട്ടിലാണോ എന്നുള്ളത്. അപ്പോൾ കോട്ടയം കാർസ് എന്നുള്ളത് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേരാണ്. വണ്ടി ഉള്ളത് ഡൽഹിയിലാണ്. ഇവിടുത്തെ ആസ്കിങ് റേറ്റാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇതുപോലെയുള്ള നല്ല ക്വാളിറ്റിയുള്ള വാഹനങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും കോട്ടയം കാർസിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ പേര് പ്രജിത്ത് എന്നാണ്. അപ്പോൾ ഈ ടൊയോട്ടയുടെ വണ്ടികൾ മാത്രമല്ല, പ്രീമിയം വണ്ടികളും നമ്മൾ ചെയ്യുന്നുണ്ട്, ചെറിയ വണ്ടികളും ചെയ്യുന്നുണ്ട്, എല്ലാ കാറ്റഗറിയിലുള്ള വാഹനങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ആർക്കെങ്കിലും ഡൽഹിയിൽ നിന്നും ഡയറക്റ്റായിട്ടൊരു വാഹനം പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ കോട്ടയം കാർസിനെ ബന്ധപ്പെടുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നതിന് നോട്ടിഫിക്കേഷൻ ഓണാക്കി വെക്കുക. അതുപോലെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലുമുള്ള നമ്മുടെ പേജുകൾ ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു വാഹനത്തിന് വിശേഷമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.